യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. എന്നെ കാണുമ്പോഴൊക്കെ സ്വന്തം മകളെ കാണുന്നത് പോലൊരു വാത്സല്യം എന്റെ മനസ്സിൽ ഉണരുമായിരുന്നു. അതുകൊണ്ടായിരിക്കാം എന്നെ അച്ഛാന്ന് വിളിച്ചപ്പോ എനിക്ക് സന്തോഷം തോന്നിയതും. പക്ഷേ അത് ഞാൻ തന്നെ എന്റെ നാവുകൊണ്ട് നിന്നെ അച്ഛനില്ലാത്തവളെന്നും വിളിച്ചു. കലി ബാധിച്ചതുപോലെയായിരുന്നു ഞാൻ. പ്രിയ എന്ന കലി. സാരല്ലച്ച, ഞാനും അതെല്ലാം ഒരു പരീക്ഷണമായിട്ടേ കാണുന്നുള്ളൂ. ആശ്രമത്തിൽ വെച്ച് വിശ്വനാഥൻ അച്ഛൻ പല കഥകളും പറഞ്ഞു തരും. പുരാണത്തിലെയും ബൈബിളിലെയും ഖുറാനിലെ ഒക്കെ കഥകള്. ഒരിക്കൽ അച്ഛൻ ഞങ്ങൾക്ക് ബൈബിളിലെ ഇയ്യോബിന്റെ കഥ പറഞ്ഞു തന്നു. നല്ലവനും ദൈവഭയമുള്ളവനായി ജീവിച്ചിട്ടും ഇയ്യോബിന് എന്തുകൊണ്ട് ദുരിതവും രോഗങ്ങളും കഷ്ടപ്പാടും മാത്രം ഉണ്ടായതെന്ന് അറിയുമെന്ന് കഥയുടെ അവസാനം ഞങ്ങളോട് ചോദിച്ചു. ഞങ്ങൾക്കും ഉത്തരം കിട്ടിയില്ല. അപ്പ അച്ഛൻ പറഞ്ഞു, ഏറ്റവും മികച്ചത് കിട്ടുന്നതിന് മുമ്പ് അതിനർഹരാണോ നമ്മളെന്നറിയാൻ ദൈവം പല പരീക്ഷണങ്ങളും നടത്തുന്നു. എന്റെ ജീവിതത്തെ ഞാൻ അങ്ങനെയാ കാണുന്നത്. തെരുവിൽ നിന്ന് കണ്ടെടുക്കപ്പെട്ട ഒരു അനാഥ പെണ്ണിന് അച്ഛനെയും അമ്മയും ബന്ധുക്കളെയും അവളെ പോലെ സ്വപ്നം കാണാത്ത ഒരു ജീവിതം കൊടുക്കുന്നതിന് മുമ്പ് അതിനുള്ള അർഹത എനിക്കുണ്ടോന്ന് ദൈവം നടത്തിയ പരീക്ഷണങ്ങളാ അത് മുഴുവൻ. അല്ല മോളെ, തെറ്റുപറ്റിയത് ഞങ്ങളെ പോലെയുള്ള ചില മനുഷ്യർക്കാ. അതിന്റെ കുറ്റം ദൈവത്തിൽ ചാരിയിട്ട് കാര്യമില്ല. ചീനി കെട്ടിയ കുതിര കണക്ക് ഇടമലം നോക്കാതെ പോവുകയായിരുന്നു ഇത്രയും കാലം. മോളെ, മനുഷ്യ സ്വഭാവത്തിനൊരു പ്രത്യേകതയുണ്ട്. സത്യത്തെക്കാൾ മനുഷ്യനെ പെട്ടെന്ന് വശീകരിക്കാൻ കഴിയുന്നത് നുണയ്ക്കാണ്. അവളുടെയും ശങ്കറിന്റെയും നുണകളിൽ വീണുപോവുകയായിരുന്നു ഞാൻ. അതിനുള്ളതാണ് എനിക്ക് കിട്ടിയത്. അവളെ ഞാൻ ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ട്. എല്ലാറ്റിനും മോളെ എനിക്ക് മാപ്പ് തരണം. അത് ചോദിക്കാൻ എനിക്ക് അർഹതയില്ലെങ്കിലും. അച്ഛാ, ഇപ്പൊ അതൊന്നും പറയണ്ട. എനിക്കതൊന്നും ഒരു വിഷമം ഉണ്ടാക്കിയിട്ടില്ല. എന്താ ചെയ്ത്? മാപ്പ്, എല്ലാത്തിനും മാപ്പ്. അച്ഛാ, മോളെ, മോളെ.
ഇത് വാങ്ങു മോളെ. അയ്യോ, എന്താ അച്ഛമ്മ ഇതൊക്കെ? ഇത് പൂജാമുറിയിലെ വിളക്ക. ഇനി മുതല് മോള് വേണം ഇത് കത്തിക്കാനും രാവിലെ വൈകുന്നേരവും പുറത്ത് കത്തിച്ചു വെക്കാനും. വലതുകാല് വെച്ച് കയറുമോളെ. ആ വിളക്ക് പൂജാമുറി കൊണ്ടുവയ്ക്കും മോളെ. ആ വാ. ഈ വീടിനെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കേണ്ടി വരുമ്പോഴെല്ലാം ഞാൻ നിങ്ങളെയെല്ലാം ഇങ്ങനെ വിളിച്ചു നിർത്തിയാ സംസാരിച്ചിട്ടുള്ളത്. ഇപ്പൊ പറയാൻ പോകുന്നതും അതുപോലുള്ളൊരു സംഗതിയാ. മധു എവിടെ? ഞാൻ ഇവിടെ ഉണ്ടമ്മേ. വാ, ഇവിടെ നിൽക്കും. ഒരേ വീട്ടിലാണെങ്കിലും മനസ്സുകൊണ്ട് രണ്ടിടത്തായിട്ടാ നമ്മൾ കഴിഞ്ഞ കുറെ കാലമായി ഇവിടെ ജീവിച്ചത്. അതിന് കാരണം ഈ വീട്ടിലേക്ക് കയറി വന്ന പൂജയാണെന്ന് ഞാൻ എപ്പോഴും ശപിക്കുമായിരുന്നു. പക്ഷേ എനിക്ക് തെറ്റുപറ്റി. ഇത്രയും കാലം നമ്മളെല്ലാം പറ്റിച്ച് ഇവിടെ ജീവിച്ച പ്രിയയല്ല, ഈ നിൽക്കുന്ന പൂജയാണ് നന്ദന്റെ അരുണിമയുടെയും മോളെന്ന് എനിക്ക് മനസ്സിലായി. മോളെ, നിനക്കൊരിക്കലും പൊറുക്കാനോ മറക്കാനോ പറ്റാത്ത തെറ്റാ ഞാൻ നിന്നോട് ചെയ്തതെന്ന് എനിക്കറിയാം. എന്തു പറഞ്ഞാലും ഞാൻ ചെയ്തതിനൊന്നും പ്രായശ്ചിത്തമാവില്ലെന്നും എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ നിന്റെ കാലിൽ തൊട്ട് മാപ്പ് ചോദിക്കുക. അച്ചമ്മയ്ക്ക് ഇനി അതല്ലാതെ വേറെ വഴിയില്ല. അയ്യോ അച്ഛമ്മ, അച്ഛമ്മ എന്തേ കാണിക്കുന്നേ? എന്റെ കണ്ണിൽ നോക്കി പറ എന്താ ഉള്ളതെന്ന്. എന്തേ വായിക്കാൻ പറ്റുന്നില്ലേ? ആ, കള്ളക്കണ്ണായോണ്ട് വായിക്കാൻ പറ്റുന്നില്ല. എന്തേ? ഏയ്, അത് ശരിയാവില്ല. ഒഴിഞ്ഞു മാറാനൊന്നും പറ്റില്ല. പറയണോ? പറ. സ്നേഹം, പിന്നെ പിന്നെ കെയറ്, പിന്നെ പിന്നെ എന്നോടുള്ള പ്രേമം. അത് മാത്രം? ഓ ചേട്ടാ, എന്തെങ്കിലും ഒരു വഴി പറയണ്ട കമ്മീഷണറെ. അതെ, ആശുപത്രിയിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത് അയാൾ ഇന്ന് പൂജയുമായി കുറെ സംസാരിച്ചെന്നാ. അങ്ങനാണെങ്കിൽ സകല കാര്യങ്ങളും അയാൾ പൂജയോട് പറഞ്ഞു കാണും. ആ പ്രിയ എവിടെ ഉണ്ട്?
അവളെ സുരക്ഷിതമായിട്ട് ഒരിടത്താക്കിയിട്ടുണ്ട്. എന്തിനാണ് ആ മാരണത്തിന് ഇങ്ങനെ താങ്ങിക്കൊണ്ട് നടക്കുന്നത്? അങ്ങ് അവസാനിപ്പിച്ചൂടെ? അവളെ ഇല്ലാതാക്കേണ്ട സമയം അതിക്രമിച്ചു. അവളെ കൊണ്ട് ഒരാവശ്യവും ഇനി നമുക്കില്ല. അങ്ങ് തട്ടിക്കളഞ്ഞേക്കണം. കൊല്ലാനോ? അല്ലാതെ പിന്നെ വളർത്താനാണോ പ്ലാൻ? എന്റെ മോളുടെ മരണത്തിന് കാരണം അവളാ. അത് അറിഞ്ഞിട്ടും അവളെ ഞാൻ ഒന്നും ചെയ്യാതിരുന്നതേ അവളെ വച്ചിട്ട് നമുക്ക് ചില ഓപ്പറേഷൻസ് ചെയ്യാനുണ്ടല്ലോ എന്ന് ഓർത്തിട്ട് മാത്രമാണ്. ഇനി അവളുടെ ആവശ്യമൊന്നും നമുക്കില്ല. എന്റെ കയ്യിലെങ്ങാനും അവള് വന്ന് പെട്ട അവള് ഒരുപാട് വേദനിച്ച് മരിക്കും. കൂടെ കുറച്ചു കാലം നിന്നതല്ലേ എന്നുള്ള വല്ല സെന്റിമെന്റ്സും തനിക്കുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ആ ജോലി ചെയ്യുന്നതിന് മുമ്പ് താൻ തന്നെ അവളുടെ കഥ അങ്ങ് അവസാനിപ്പിക്കുന്നതാണ് ബെറ്റർ. അത്ര തിരക്ക് പിടിച്ചത് വേണോ? ഒരു പിടിവള്ളിയായി അവളെ കയ്യിൽ സൂക്ഷിക്കുന്നതല്ലേ നല്ലത്? ഇനി എന്ത് പിടിവള്ളി? താൻ തന്നെ തന്റെ ചേട്ടനോട് പറഞ്ഞില്ലേ അവള് മകളല്ലാന്ന്? പൂജയാണ് യഥാർത്ഥ മകളെന്ന് അയാൾക്ക് മനസ്സിലാവുകയും ചെയ്തു. ഇനി അവൾ ആർക്ക് വേണം? ആ അതെ, ആ കാരണത്താൽ തന്നെ പ്രിയയുടെ പക വർദ്ധിക്കുകയും അവൾ നന്ദഗോപനെ വക വരുത്തിയെന്ന് വരുത്തി തീർക്കുകയും ചെയ്താൽ അത് നമുക്ക് നല്ലതല്ലേ? അതായത് പോലീസിന്റെ മുമ്പിലേക്ക് ഇട്ടുകൊടുക്കാൻ നമ്മള് ഒരു ഇരയെ സൂക്ഷിക്കുന്നത് നല്ലതല്ലേ എന്ന്. അത് ശങ്കർ പറഞ്ഞത് ശരിയാ. അവളുടെ ജീവൻ കളയുന്നതിനേക്കാൾ അവളെ നമുക്ക് അനുകൂലമായ വിധത്തിൽ ഉപയോഗിക്കുന്നതാണ് നല്ലത്. തന്റെ വികാരം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പാകത്തിന് അവളെ അകത്തേക്ക് കിട്ടിയ അവളെ ഇട്ട് ഇഞ്ചിഞ്ചായി തീർക്കാവല്ലോ ആ പക. താൻ ആഗ്രഹിച്ച പോലെ ഇത്തിരി വേദന കൂടുതൽ അനുഭവിക്കട്ടോ. നമ്മുടെ മുമ്പിൽ അടിയന്തരമായിട്ടുള്ള പ്രശ്നം ഇപ്പൊ പ്രിയയല്ല. നന്ദഗോപന്റെ വഴി നമുക്കാർക്കും എതിരെ വരാതിരിക്കുക. അയാളെ കുത്തി പരിക്കേൽപ്പിച്ചത് ആരാണെന്ന് അയാൾ പോലീസിനോടോ മറ്റാരോടോ പറയാൻ പാടില്ല. അതിപ്പോ തന്നെ അയാൾ പൂജയോട് പറഞ്ഞിട്ടുണ്ടെങ്കിലോ? അയാൾ തന്നെ അത് നിഷേധിക്കണം. കമ്മീഷൻ എന്തായി പറയുന്നത്? ഇപ്പോഴത്തെ അവസ്ഥയിൽ അയാൾ അത് ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ? ശങ്കർ ചോദിച്ചത് ശരിയല്ലേ കമ്മീഷണറെ? ഇനി ഇതൊക്കെ നടക്കുന്ന കാര്യമാണ്. അത് ശരിയല്ലെന്ന് ശങ്കറിന് തന്നെ ബോധ്യപ്പെടുത്തി കൊടുത്താ പോരെ. ശങ്കർ ഒരു കാര്യം ചെയ്യും, ആശുപത്രി പോയി ചേട്ടനെന്ന് കാണും. എന്നിട്ട് ഞാൻ പറയുന്ന പോലെ അങ്ങ് ചെയ്താൽ മതി. ഞാനോ ആശുപത്രിയിലേക്കോ? നല്ല കാര്യമായി. എന്ത് വിട്ടിത്തോ കമ്മീഷണർ ഈ പറയുന്നേ? അയാൾ എന്നെ കണ്ട അപ്പൊ തന്നെ പോലീസിൽ അറിയിക്കും. എടോ, താനത് ഞാൻ പറയുന്ന അനുസരിക്കടോ. ഞാനല്ലേ പോലീസ്. ഞാൻ പറയുന്നു തനിക്കൊന്നും സംഭവിക്കില്ല. കമ്മീഷണറെ, ഞാൻ ചെന്നാല് ഏട്ടൻ ചീത്ത വിളിക്കും. അതുറപ്പാ, അത്രയല്ലേ ഉള്ളൂ. അപ്പോ താനൊരു കാര്യം പറയും. ഞാൻ, അതായത് കമ്മീഷണർ ഹേമചന്ദ്രൻ, നന്ദനെ കുത്താനുണ്ടായ കാരണം എന്താണ് തനിക്കറിയാമെന്ന് താൻ അയാളോട് പറയണം. ഒരിക്കൽ തകർന്നുപോയ അയാളുടെ കുടുംബം ഇനിയും ഒന്നിക്കാൻ ഞാൻ അനുവദിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് അയാളുടെ ഭാര്യയെയും മകളായ പൂജയെയും അറിയിക്കട്ടെ എന്നങ്ങോട്ട് ചോദിക്കണം. അതെല്ലാരും അറിഞ്ഞാ പിന്നെ താൻ ജീവിച്ചിരുന്നിട്ട് എന്ത് കാര്യമാണെന്ന് അങ്ങ് ചോദിക്കണം. പിന്നെ അയാൾ തന്നോട് ഒരൊറ്റ അക്ഷരമിണ്ടില്ല. തന്നോടൊന്നല്ല, ആരാണ് കുത്തിയതെന്നോ എന്താണ് അതിന്റെ കാരണമെന്നോ അയാൾ പോലീസുകാരോടോ വീട്ടുകാരോടോ പറയില്ല. പോരെ? എടോ, അയാൾ വാ തുറക്കിയല്ല. എന്താണോ വിശ്വാസം വന്നില്ലേ? കമ്മീഷണറെ, താൻ പോയി ഞാൻ പറഞ്ഞതുപോലെ ചെയ്യണോ? പോയി പോലീസുകാരോടോ വീട്ടുകാരോടോ നന്ദൻ നമ്മളെപ്പറ്റി എന്തെങ്കിലും പറഞ്ഞ തനിക്കറിയാവുന്ന രഹസ്യം താൻ അരുണിമയോടും പൂജയോടും പറയുമെന്ന് ഭീഷണിപ്പെടുത്തിയാൽ മാത്രം മതി. പിന്നെ അയാൾ ശബ്ദിക്കില്ല. അല്ല, ഒന്ന് ചോദിക്കട്ടെ. എന്താണ് രഹസ്യം എന്നല്ലേ? ആ അതെ. അത് തൽക്കാലം എന്റെ മനസ്സിൽ തന്നെ ഇരിക്കട്ടെ എന്നേ. ചില കാര്യങ്ങൾ പറഞ്ഞാൽ പിന്നെ അതുകൊണ്ടുള്ള പ്രയോജനം അങ്ങ് പോയി കിട്ടും. നമ്മൾ തമ്മിൽ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഇങ്ങനെ ഒരു മറച്ചു പിടിക്കൽ വേണോ?
വേണം സേനാപതി. നിങ്ങൾക്കിത് കേവലം ആകാംക്ഷ മാത്രമാണ്. അതറിയുന്നതോടെ തീരുന്ന വെറും ഒരു ജിജ്ഞാസ. എന്നാൽ എനിക്കതങ്ങനല്ല. കഴിഞ്ഞ 20 വർഷമായി ഞാൻ കൊണ്ടു നടക്കുന്ന ഒരു കനലാണ്. 20 വർഷം മുമ്പ് എന്റെ മനസ്സിൽ ജനിച്ച് എന്നോടൊപ്പം വളർന്നുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. കാലങ്ങളായി എന്റെ ഉറക്കം കെടുത്തുന്ന ഒന്ന്. ആനന്ദിട്ട് എന്താ ആലോചിക്കുന്നേ? പ്രിയെ പറ്റി തന്നെ. ഇത്രയും കാലം അവൾക്ക് അമ്മയെ പറ്റിക്കാൻ കഴിഞ്ഞല്ലോ. അതിന്റെ ദേഷ്യം അമ്മയുടെ മനസ്സിലുണ്ട്. അത് അമ്മ അവളോട് തീർക്കുകയും ചെയ്യും. അതിനുവേണ്ടി നമ്മൾ അവളെ കുറച്ചു കാലം അരുണിമയുടെ മകളായി അംഗീകരിക്കണമല്ലോ എന്ന് ഓർക്കുമ്പോഴാ. അത് സാരമില്ല. അങ്ങനെങ്കിലും അവക്ക് കിട്ടാനുള്ളതൊക്കെ കിട്ടുമല്ലോ. അമ്മ പൂജയെ പേരക്കുട്ടിയെ അംഗീകരിച്ച കാര്യം അരുണിമയെ അറിയിക്കണ്ടേ? അവൾക്കത് വലിയ സന്തോഷാവും. പിന്നെ ഉറപ്പായും പറയണം. എനിക്ക് തോന്നുന്നതേ ആനന്ദേട്ട ഇന്ന് തന്നെ അരുണിമ ചേച്ചി പോയി കാണുന്നത് നല്ലതാണെന്നാ. ഏയ്, അത് അമ്മ തന്നെ പറയണം. അതാണ് അതിന്റെ ഭംഗി. മാധുരി ചേച്ചി, രണ്ടുപേരും ഒരുമിച്ചുള്ളത് നന്നായി. അതെന്താ? ആനന്ദേട്ടന്റെ മുന്നിൽ വെച്ച് തന്നെ എനിക്ക് മാധുരി ചേച്ചിയോട് സോറി പറയണമെന്നുണ്ടായിരുന്നു. എന്നോടോ? അതെന്തിനാ മധു? പൂജയോടുള്ള ദേഷ്യം കൊണ്ട് ഞാൻ ചേച്ചിയോടും ചിലപ്പോഴൊക്കെ ദേഷ്യപ്പെട്ട് സംസാരിച്ചിട്ടുണ്ട്. അതാ. അതോ? അതൊന്നും സാരമില്ല മധു. അമ്മയെ പോലെ എന്നെ അവള് പറ്റിക്കായിരുന്നു. പറ്റിക്കപ്പെടാൻ പാകത്തിൽ നിങ്ങൾ നിന്നു കൊടുത്തു എന്ന് പറയുന്നതാവും കൂടുതൽ ശരി. ശരിയേട്ടാ, അവളുടെ കള്ളത്തരത്തില് ഞങ്ങൾ വീണുപോയി. അതൊന്നുമല്ല മധു കാരണം. അർജുന്റെ ഭാര്യയായി കയറി വന്നപ്പോഴേ പൂജ ആരും ഇവിടെ അംഗീകരിച്ചില്ല. ദേ, ഈ നിൽക്കുന്ന മാധുരിക്ക് പോലും ഇഷ്ടമായിരുന്നില്ല. പക്ഷേ അവളുടെ ഹൃദയശുദ്ധി കൊണ്ടും മിടുക്കുകൊണ്ടും അവൾ ആ ഇഷ്ടക്കേട് മാറ്റിയെടുക്കാൻ നോക്കി. പക്ഷേ അത് സമ്മതിക്കാൻ നിങ്ങൾ ഒരുക്കമല്ലായിരുന്നു. ആ സമയത്ത് കറക്റ്റായിട്ട് പ്രിയ കടന്നു വന്നു. പൂജയോടുള്ള ശത്രുത മനസ്സിലുള്ളതുകൊണ്ട് നിങ്ങൾ പ്രിയയെ ആദ്യമേ അങ്ങ് അംഗീകരിച്ചു. അതാണ് സംഭവിച്ചത്. ശരിയേട്ടാ, തെറ്റുപറ്റിപ്പോയി. എന്റെ വിവരമില്ലായ്മ എന്നെ ഇങ്ങനെ ആക്കിയത്. നിങ്ങളോടൊക്കെ ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തു. പൂജയോടുള്ള ദേഷ്യം മാധുരി ചേച്ചിയോടും അർജുനോടും ചിലപ്പോഴൊക്കെ ആനന്ദേട്ടനോട് വരെ ഞാൻ കാണിച്ചു. നിങ്ങളെ രണ്ടുപേരും എന്നോട് പൊറുക്കണം. ശങ്കരനും ഇവിടെ വന്നിരുന്നു. അച്ചോട്ടൻ കണ്ടിരുന്നോ? ആ, ഞാൻ ഇങ്ങോട്ട് വന്നിറങ്ങുമ്പോ അയാളെ പോലെ ഒരാള് പുറത്തേക്ക് പോകുന്ന പോലെ തോന്നി. അപ്പോ അത് ശരി തന്നെയാ. ഞാനും ആളെ കണ്ടതാ. ഇവിടെ വന്നിരുന്നോ? അത് ഞാൻ മരുന്നുമായി വരുമ്പോ ഇവിടുന്ന് ഇറങ്ങിപ്പോന്നത് കണ്ടു. ഞാൻ ഓടിയെത്തുമ്പോഴേക്കും ആള് പോയി. പക്ഷേ അച്ഛനോട് ചോദിച്ചപ്പോ വന്നില്ലെന്നാ പറഞ്ഞേ. വന്നില്ലെന്നോ? ആ അതെ, അച്ഛനെ കാണാൻ അകത്ത് ആരും ചെന്നിട്ടില്ലെന്ന്. അച്ഛനെ വിളിച്ചു വരുത്തി അപായപ്പെടുത്താൻ ശ്രമിച്ച ആള് ആരും കാണാതെ ആശുപത്രിയിലേക്ക് വരണമെങ്കിൽ അതിനൊരു കാരണം വേണ്ടേ? അജുവേട്ടാ, എനിക്ക് ആലോചിക്കുമ്പോ തന്നെ പേടിയാവുന്നു. ഇനി ശങ്കരങ്ങളെങ്ങാനും വീണ്ടും അച്ഛനെ ആക്രമിക്കാനോ മറ്റോ. ഏയ്, ഇപ്പോഴൊന്നും സംഭവിച്ചില്ലല്ലോ. താൻ ധൈര്യമായിട്ടിരിക്കേ. സിസ്റ്ററെ, ഇങ്ങോട്ട് വേറെ ആരെങ്കിലും വന്നിരുന്നോ? നന്ദൻ സാറിന്റെ അനിയും വന്നിരുന്നു. എന്താ? അപ്പോ അച്ഛൻ എന്താ ഉറങ്ങായിരുന്നോ? അല്ല,
പൂജയെ വിളിക്കാനാ എന്നോട് പറഞ്ഞത്. ഞാനിവിടെ നോക്കിയപ്പോ പൂജയെ കണ്ടില്ല. അപ്പൊ ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്നു ആള്. എന്നോട് പറഞ്ഞു പൂജ ആളെ ഇവിടെ പകരം നിർത്തിയിട്ട് പോയതാന്ന്. എന്താ? ഏയ് ഒന്നുമില്ല. ആ സിസ്റ്ററെ, ഇനി ആര് വന്നാലും ഞങ്ങൾ ഇവിടെ ഇല്ലെങ്കിൽ അകത്തേക്ക് കടത്തി വിടണ്ട. എന്താ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഏയ് ഇതുവരെ ഇല്ല, ഇനി ഉണ്ടാവാതിരിക്കാന്. ആ ശരി. ആ കണ്ടില്ലേ, ശങ്കർറാം ഇവിടെ വരികയും നന്ദനങ്ങളെ കാണുകയും ചെയ്തു. എന്നിട്ട് അച്ഛനെന്താ എന്നോട് പറയാത്തെ? നമുക്ക് നേരിട്ട് അങ്കിളിനോട് തന്നെ ചോദിക്കാം. താവാ. അർജുനെ കാണണമെന്ന് ഞാൻ മോളോട് പറഞ്ഞിരുന്നു. ഇരിക്കു മോനെ, ഇരിക്ക്. മോനെ, എനിക്കൊരു കംപ്ലീറ്റ് വിൽപത്രം തയ്യാറാക്കണമായിരുന്നു. അതിന്റെ ഒരു ഡ്രാഫ്റ്റ് എത്രയും പെട്ടെന്ന് തയ്യാറാക്കണം. ഇവിടെ നിന്നിറങ്ങുമ്പോഴേക്കും അതൊന്ന് രജിസ്റ്റർ ചെയ്യണം. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് സാവകാശം ആലോചിക്കാം. മോനെ, ചില കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ചെയ്യണം. വെച്ചു വൈകിച്ചുകൂടാ. അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. താൻ പെട്ടെന്ന് തന്നെ പേപ്പർ തയ്യാറാക്കുക. അച്ഛാ, ഇത്ര തിടുക്കപ്പെട്ട് വിൽപത്രത്തെ കുറിച്ച് ചിന്തിക്കുന്ന എന്തിനാ? ആരെങ്കിലും പേടിച്ചിട്ടാണോ? ശങ്കർറാം ഇവിടെ ഒന്ന് പോകുന്നത് ഞാനും പൂജയും കണ്ടിരുന്നു. സിസ്റ്റർ അത് പറയുകയും ചെയ്തു. എന്നിട്ടും അങ്കിൾ എന്തിനാ വന്നില്ല എന്ന് നുണ പറഞ്ഞത്? നുണയോ? ഞാനെന്തിനു നുണ പറയണം? അവൻ ഇനി വന്നാലും പോയാലും എനിക്കെന്താ? എന്നാലും വന്നില്ല എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. അത് മോളെ, നിങ്ങൾ വിഷമിക്കണ്ടെന്ന് വിചാരിച്ച് പറഞ്ഞാണ്. അയാൾ വരുന്നതില് ഞങ്ങളെന്തിനു വിഷമിക്കണം? അങ്കിളിന്റെ അനിയൻ അങ്കിളിനെ കാണാൻ വരുന്നതില് ഞങ്ങൾ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ ശങ്കർറാം വരുമ്പോ വിഷമിക്കേണ്ട എന്തോ ഉണ്ട് എന്നല്ലേ അതിന്റെ അർത്ഥം? നീ അത് വീട് അർജുൻ, വെറുതെ കാട് കയറുന്ന എന്തിനാ? അങ്കിളല്ലേ ഞങ്ങളെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചിന്തിപ്പിക്കുന്നത്. ശരിയാണ്, ശങ്കർ വന്നു. ഞാനൊന്നും സംസാരിച്ചില്ല. കണ്ണടച്ചുറങ്ങിയതുപോലെ കിടന്നു. കുറച്ചു കഴിഞ്ഞപ്പോ അവനങ്ങ് തിരിച്ചുപോയി. മക്കളെ, എന്റെ ജീവിതത്തിൽ ഇനി നിങ്ങളൊക്കെ ഉള്ളൂ. അത് മതി എനിക്ക്. അപ്പോ ഇത്രയെങ്ങാലും കൂടെ നിന്ന് അനിയൻ അങ്കിളിനോട് തെറ്റ് ചെയ്തെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. എന്ത് തെറ്റാ ശങ്കർ ചെയ്തെന്ന് കൂടി പറയാമോ? എന്തിനാ അർജുൻ അനാവശ്യമായിട്ട് ഓരോന്ന് ചെയ്യാൻ നോക്കുന്നത്? ഇത് നിന്റെ കോടതിയൊന്നും അല്ല കേട്ടോ. എന്നാ ശരി, അജുവേട്ടനോട് പറയണ്ട, എന്നോട് പറഞ്ഞൂടെ അച്ഛന്? പറയാനും മാത്രം ഒന്നുമില്ല മോളെ. അച്ഛനന്ന് പ്രിയ വിളിച്ചിട്ടല്ലേ പോയത്? അത് അന്ന് തന്നെ നിങ്ങളോട് പറഞ്ഞതല്ലേ. അന്ന് പൂജയുടെ എതിർപ്പ് അവഗണിച്ച് പോകുന്നതിന് മുമ്പ് അങ്കിൾ ഒരു കാര്യം ഇവളോട് പറഞ്ഞിരുന്നു. പൂജ പറഞ്ഞതുപോലെ അവിടെ പ്രിയയോടൊപ്പം ശങ്കറും കൂടിയാണ് കാത്തു നിൽക്കുന്നതെങ്കിൽ അവരോട് നേരിട്ട് അങ്കിളിന് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ടെന്ന്. വർഷങ്ങൾക്ക് മുമ്പ് അങ്കിളിന്റെ കുടുംബം തകർത്ത ആ ആക്സിഡന്റിന് പിന്നിലെ സത്യം എന്താണെന്ന് അങ്കിളിന് അറിയണമെന്ന്. ശരിയല്ലേ? എന്നിട്ട് അങ്കിൾ എന്ത് സത്യമാണെന്ന് അറിഞ്ഞത്? ചില കാര്യങ്ങൾ മനുഷ്യന്റെ മനസ്സിൽ തന്നെ വെക്കേണ്ടതല്ലേ അർജുൻ? അന്നത്തോടെ വലിയൊരു സത്യം ഞാൻ അറിഞ്ഞു. ഞാൻ നാളുകളോളം അവഗണിച്ച, പുച്ഛിച്ച് തള്ളിയ, വാക്കുകൾ കൊണ്ടങ്ങേറ്റം മുറിവേൽപ്പിച്ച ഇവളാണ് എന്റെ മകളെന്ന്. സ്വന്തം ചോരയെ തിരിച്ചറിയാൻ ശ്രമിക്കാതിരുന്ന പാപിയാണ് ഞാനെന്ന് അന്നാണ് എനിക്ക് മനസ്സിലായത്. അച്ഛാ, അച്ഛനോട് ഒരു കാലത്തും എനിക്ക് ദേഷ്യമോ വെറുപ്പോ ഒന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് എന്നെ പ്രതി അച്ഛൻ സങ്കടപ്പെടണ്ട. ഞങ്ങൾക്കിപ്പോ അറിയേണ്ടത് വേറെ ചില കാര്യങ്ങളാ.
അതിപ്പോ അച്ഛൻ തന്നെ പറയുകയും വേണം. അന്ന് ആ പാർക്കിലേക്ക് അച്ഛൻ ചെല്ലുമ്പോ പ്രിയ അവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. പറയച്ചാ. ഒരിക്കൽ അങ്കിളിനും കുടുംബത്തിനും നേരെ ഒരു അറ്റാക്ക് ഉണ്ടായതാ. ഇനിയും അവരുടെ ഭാഗത്തുനിന്ന് ആ ശ്രമം ഉണ്ടാവും. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ചോദിക്കുന്നേ. അച്ഛാ, ശങ്കർ അങ്കിൾ ഇവിടെ വന്ന് ഒന്നും മിണ്ടാതെ പോയെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. അതെ, എന്താണ് അയാൾ പറഞ്ഞത്? അങ്കിളിനെ ഭീഷണിപ്പെടുത്തിയോ? അതുകൊണ്ടാണോ അങ്കിള് തിരക്കിട്ട് വിൽപ്പത്രമൊക്കെ എഴുതണമെന്ന് പറഞ്ഞത്? ഞാൻ പറഞ്ഞല്ലോ അർജുൻ, അവൻ എന്നോടൊന്നും പറഞ്ഞില്ല. അങ്കിൾ ഈ ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ചില സത്യങ്ങള് മനസ്സിൽ മാത്രം സൂക്ഷിക്കേണ്ടവയാണെന്ന് അങ്കിൾ പറഞ്ഞില്ലേ? അങ്കിളിനെ ഫോൺ ചെയ്ത് വിളിച്ചു വരുത്തി കുത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ചതിനെ കുറിച്ചുള്ള സത്യങ്ങളാ അങ്കിള് മനസ്സിന് ആരോടും പറയാതെ സൂക്ഷിക്കാൻ ശ്രമിക്കുന്നത്. എന്തിനാ അത്? എനിക്കതാണ് മനസ്സിലാവാത്തത്. അച്ഛനൊന്നും മിണ്ടാതിരിക്കുന്നതിൽ നിന്ന് തന്നെ എന്തൊക്കെയോ പറയാതിരിക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. ഇല്ല മോളെ, നിങ്ങൾക്ക് ദോഷം വരുന്ന ഒന്നും ഇനി അച്ഛൻ ഒളിച്ചു വെക്കില്ല. അപ്പോ അങ്കിളിന് ദോഷം വരുന്നതാണെങ്കിൽ അത് ഒളിക്കാമെന്ന് അല്ലേ? അങ്കിളെ പോലീസ് മൊഴിയെടുക്കാൻ വരുമ്പോഴും ഇങ്ങനെ തന്നെ പറയാനാണോ അങ്കിളുടെ പരിപാടി? എനിക്ക് വല്ലാത്തൊരു ക്ഷീണമുണ്ട്, ഞാനൊന്നും മയങ്ങട്ടെ. കേട്ടിടത്തോളം തന്റെ അങ്കിൾ എന്തോ ഒളിക്കുന്നുണ്ട്. ഉറപ്പായിട്ടും. മാത്രമല്ല അത് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്നുള്ള കാര്യവും ആൾക്കറിയാം. എന്നിട്ടും അത് പറയാതിരിക്കണമെങ്കിൽ എന്തോ വശപശ ഉണ്ടല്ലോ സാറേ. ആള് വല്ലാതെ പേടിച്ചിട്ടുണ്ട്. ഇനി നമ്മളോടെങ്ങനെ പറഞ്ഞാൽ അവര് നമ്മളെ വല്ലതും ചെയ്യുമെന്ന് പേടിച്ചിട്ടാണ്. ഇനി ഇതിൽ കൂടുതൽ എന്ത് ചെയ്യാൻ? നിങ്ങൾ രണ്ടാളും കണ്ടത് ശങ്കർറാമനെ തന്നെയാണല്ലോ അല്ലേ? ആ, രണ്ടാൾക്കും ഏതായാലും ഒരേപോലെ തെറ്റുപറ്റില്ലല്ലോ. ആദ്യം പൂജ ചോദിച്ചപ്പോ അങ്കിൾ അവിടേക്ക് ആരും ചെന്നില്ലെന്നാ പറഞ്ഞത്. പിന്നീട് ഞാനും കൂടി ചോദിച്ചപ്പോ സത്യം പറയാതിരിക്കാൻ നിവൃത്തിയില്ലെന്നായി. അപ്പോ ശങ്കർറാം അവിടെ ചെന്നു എന്ന് സംഭവിച്ചു, പക്ഷേ ഒന്നും മിണ്ടിയില്ലെന്നായി. അത് പച്ച കള്ളമായിരിക്കും. പക്ഷെ എന്തിന്? എനിക്കതാണ് പിടികിട്ടാത്തത്. കാര്യം ഇതിനു പിന്നിൽ ശങ്കർറാമും സേനാപതിയും തന്നെയാണ്.